ഫ്രണ്ട്സ്, നമ്മുടെ നാരങ്ങ അങ്ങനെ ഉപ്പിലിട്ട് പാകമായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് സ്പെഷ്യൽ പിക്കിൾ ഡേ ആണ്. നമ്മളപ്പോൾ ഇന്ന് റെഡ് പിക്കിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് എല്ലാം റെഡിയാക്കിയത്. പിന്നെ നമ്മൾ മുളക് പൊടി ഇടാതെ യെല്ലോ പിക്കിളും കൂടി ഉണ്ടാക്കി. യെല്ലോ പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മുളക് പൊടി ഇടില്ല, അതുകൊണ്ട് തന്നെ യെല്ലോ ആയിട്ടിരിക്കും. ഈ പിക്കിളാണെങ്കിൽ റെഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. നമ്മളാണെങ്കിൽ എപ്പോഴും മാരിനേറ്റ് ചെയ്യുമ്പോൾ, ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ലെമൺ യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള ലെമൺ ഞാനെടുത്ത് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഉപ്പിലൊക്കെ പിടിച്ച് കയ്പൊന്നും ഇല്ലാത്ത ലെമൺ കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പെട്ടെന്ന് വളരെ വളരെ ഈസിയാണ്. അച്ചാർ ഉണ്ടാക്കി അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ കായവും അതുപോലെ ഞാനിവിടെ വിനെഗറാണ് ഒഴിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കോക്കനട്ട് വിനെഗറൊക്കെയാണ് ഏറ്റവും നല്ലത്. ഇവിടെയാണെങ്കിൽ ആപ്പിൾ സിഡാർ വിനെഗറാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടും അതുപോലെ പെട്ടെന്ന് കിട്ടാനും ടേസ്റ്റിയുമാണ്. പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ പീസായിട്ട് കിടക്കുമ്പോൾ അത് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് കായത്തിൻ്റെ പൊടി നമ്മളൊന്ന് എണ്ണയിലിട്ട് ഒന്നും കൂടി വഴറ്റി എന്നിട്ടാണ് നമ്മൾ ഇട്ടത്. ഈ ലെമൺ പിക്കിളിൽ കായത്തിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഒരു ഫ്ലേവർ നൽകുന്നുണ്ട്. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ലെമൺ പിക്കിളൊക്കെ ഉണ്ടാക്കുക. ലെമൺ പിക്കിളൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. മാംഗോ പിക്കിൾ അതുപോലെ കണ്ണിമാങ്ങ പിക്കിളാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ കണ്ണിമാങ്ങയൊന്നും അങ്ങനെ ഇവിടെ കിട്ടുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യും. പിന്നെ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നത് നമുക്ക് ഏറ്റവും വീട്ടിലുണ്ടാക്കുന്ന പിക്കിളാണ്. അപ്പം നമ്മളിവിടെ റെഡ് പിക്കിളും യെല്ലോ പിക്കിളും റെഡിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന ആ പിക്കിളിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും നമുക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ ഇത് കഴിക്കും. പിന്നെ ലെമൺ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഗാർലിക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അത് സമയം കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളോട് അതൊക്കെ റെഡിയാക്കി വെക്കാം. ഗാർലിക്ക് ഇവിടെ സ്കിൻ കളഞ്ഞ് വെക്കുന്നത് കുട്ടികളുടെ പണിയാണ്. അത് അവർ ഭംഗിയായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. പിന്നെയാണെങ്കിൽ കാന്താരിമുളക് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് യെല്ലോ പിക്കിൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ യെല്ലോ പിക്കിളിൽ ഒട്ടും മുളക് പൊടി ഇല്ല. കാന്താരിമുളക് ഇട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, കാണാൻ ഭംഗിയുണ്ട്. നാട്ടിൽ നല്ല ഫ്രഷ് പച്ചമുളക് കിട്ടുമ്പോൾ എല്ലാവരും യെല്ലോ പിക്കിൾ റെഡിയാക്കാറുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെയാണ്. 2 out of 1. Okay. Let's try. Hey! Now let me try it again. Good? This is a 2 out of 1. 2 out of 1?